നമുക്ക് പമ്പയിൽ നിന്ന് കിരൺകുമാർ കൂടി ചേരുന്നുണ്ട്. കിരൺ, സന്നിധാനത്തെ ഒരുക്കങ്ങൾ, അതിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ അഖിൽ പാലോട്ടുപട പങ്കുവച്ചു. കിരണിലേക്ക് വന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭക്തരെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി വിടില്ല. ഉച്ചവരെ മാത്രമാണ് ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. അവിടുത്തെ നിലവിലെ നിയന്ത്രണങ്ങൾ? നിഖില്, നിലവിലിപ്പോൾ പമ്പയിൽ വലിയൊരു ഭക്തജന തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് നിരവധി അയ്യപ്പന്മാരാണ് മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി, സന്നിധാനത്തേക്ക് മല ചവിട്ടി കയറുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. നിലവിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് 12 മണിയോടുകൂടിയാണ് നിലവിലുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയാനവട്ടത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നതോടുകൂടി തന്നെ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ പിന്നീട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്, നീലിമല ചവിട്ടി സന്നിധാനത്തേക്ക് പോകുന്ന ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, രാവിലെ 7:30 മുതൽ തന്നെ നിലക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. അത് 10 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും അത് നിയന്ത്രണത്തിലേക്ക് കടക്കും. അതായത് നിലക്കലിൽ നിന്ന് പിന്നീട് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും പിന്നീട് പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കടത്തിവിടുകയുള്ളൂ. അതായത് തിരുവാഭരണ ഘോഷയാത്ര വലിയാനവട്ടം വഴി മുകളിലേക്ക് കടന്ന് നീലിമലയിലേക്ക് കടന്നു പോയതിനു ശേഷം മാത്രമായിരിക്കും ഏതായാലും പിന്നീട് അയ്യപ്പന്മാരെ കടത്തിവിടുള്ളൂ. ആ ഒരു നിയന്ത്രണം ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും പമ്പയിൽ നിന്ന് അയ്യപ്പന്മാർ കടത്തിവിടുന്നതിനുള്ള നിയന്ത്രണം അത് പൂർണ്ണമായി തന്നെ നിലവിൽ വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ വലിയൊരു ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പമ്പയിൽ നിന്നും പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിൽ നിന്ന്, പമ്പയിലെ 3 സ്ഥലങ്ങളിൽ നിന്ന് മകരവിളക്ക്, മകരജ്യോതി ദർശിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിരവധി അയ്യപ്പന്മാർ പമ്പയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഹിൽടോപ്പിന്റെ മധ്യഭാഗത്തും ഒപ്പം വലിയാനവട്ടത്തുമായിട്ടാണ് പമ്പയിൽ ഈ മകരജ്യോതി ദർശിക്കാനാകുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തന്നെ അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു തിരക്ക് ഈ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ അയ്യപ്പന്മാരെത്തി. അവര് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അവിടെ എത്തി വിരിവെച്ച് കാത്തിരിക്കുന്ന ഒരു കാഴ്ച ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിഖിൽ. ശരി കിരൺ, ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് പമ്പയിൽ നിന്നുള്ള ദൃശ്യവും ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യമാണ്. നിലവിൽ ഇളവുങ്കൽ എത്തിയിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം മിഥുൻ മുരളി കൂടി ചേരുന്നുണ്ട്. മിഥുൻ, പുലർച്ചെ പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഇളവുങ്കൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഭക്തർക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ആണ് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? നിഖില്, ഭക്തിസാന്ദ്രമായി ശരണമന്ത്ര ധ്വനികൾ മുഴങ്ങുന്ന ഈ പുലർക്കാലത്ത് അയ്യപ്പസ്വാമിയെ തിരുവാഭരണ വിഭൂഷിതനായി കാണാൻ കൊതിക്കുന്ന ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ആ ദർശനത്തിന് വേണ്ടി, ആ ദർശന സുഹൃതത്തിന് വേണ്ടി ഭക്തജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുന്ന ഈ ഒരു പുണ്യ ദിവസത്തിൽ ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര പുലർച്ചെ 3 മണിക്ക് ലാഹ വനംവകുപ്പ് സത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ ഇലവുങ്കലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള അവസരം ഭക്തർക്ക് ഉണ്ട്. ഇവിടെ തിരുവാഭരണം ഇറക്കി വെച്ചിരിക്കുകയാണ് പ്രത്യേക മണ്ഡപത്തിൽ. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വഴിത്താരകളിലെല്ലാം കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പന്തളത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ട തിരുവാഭരണ പാതയിൽ അനുഭവപ്പെട്ട ആ ഭക്തജന തിരക്ക്, ഭക്തജനങ്ങൾ കാത്തുനിന്ന, മണിക്കൂറോളം കാത്തുനിന്ന തിരുവാഭരണ ദർശനത്തിന് വേണ്ടി, തിരുവാഭരണ ഘോഷയാത്രയെ വണങ്ങുന്നതിന് വേണ്ടി, ആ തിരുവാഭരണ ഘോഷയാത്ര പേടകത്തിൽ ഒന്ന് തൊട്ട് വന്ദിക്കുന്നതിന് വേണ്ടി, ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയൊക്കെ കാത്തുനിന്ന മണിക്കൂറുകളായിരുന്നു. ഇപ്പോഴും ആ ഭക്തജന തിരക്ക് അതേപടി തന്നെ പന്തളത്തിൽ നിന്ന് നമ്മൾ കണ്ട ആ ഭക്തജന തിരക്ക്, ആ വഴിത്താരകളിലെല്ലാം കണ്ട ഭക്തജന തിരക്ക് ഇപ്പോഴും ഇലവുങ്കൽ എത്തുമ്പോൾ അതേപടി തന്നെ പിന്തുടർന്ന് പോരുന്നു. എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെട്ട ഭക്തജന തിരക്ക്, ഭക്തജനങ്ങളുടെ ആ ബാഹുല്യം. ഇപ്പോൾ ശബരിമല പാതയിലേക്കാണ് ഘോഷയാത്ര കിടക്കുന്നത്. ഇനി സത്രത്തിൽ നിന്നും ഇലവുങ്കൽ നിന്നും കാനനപാത വഴി, അട്ടത്തോടിൽ നിന്നും കാനനം പാഴപാത വഴിയാണ് ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തുക. ഇനിയുള്ള മണിക്കൂറുകളിൽ നിലക്കലിൽ മാത്രമാണ്. നിലക്കലിലേക്ക് ഘോഷയാത്ര എത്തി നിലക്കലിലുള്ള സ്വീകരണം ഏറ്റുവാങ്ങി നിലക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഘോഷയാത്ര സ്വീകരണം ഏറ്റുവാങ്ങുന്നു. പിന്നീട് അവിടെ തിരുവാഭരണം പുറത്തെടുത്ത് വെച്ച് തിരുവാഭരണ ദർശനത്തിന് ഭക്തജനങ്ങൾക്ക് സൗകര്യം അവിടെയുണ്ട്. അതിനുശേഷം കാനനപാത വഴി, അട്ടത്തോട് വഴി പ്രവേശിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര കാനനപാതകളിലൂടെ കാനനവാസന ചാർത്തുന്നതിനുള്ള തിരുവാഭരണ ഘോഷയാത്രയും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാനനപാതകളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെയും മറ്റും ആചാരപരമായിട്ടുള്ള സ്വീകരണം പിന്നീട് 6 മണിയോടുകൂടി സന്നിധാനത്ത് എത്തുമ്പോൾ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ഘോഷയാത്രയെ വരവേറ്റ് പ്രധാനപ്പെട്ട തിരുവാഭരണ പേടകത്തിൽ നിന്നും ഭഗവാന്റെ തിരുമുഖവും പ്രധാന തിരുവാഭരണങ്ങളുമുള്ള തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ ഭഗവാനെ അണിയിച്ചുകൊണ്ട് ചാർത്തിക്കൊണ്ട് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പ ഭഗവാനെ
മഹാദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വലിയ ഭക്തജനങ്ങളെല്ലാം തന്നെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് സമയം, അല്പസമയം ഇവിടെ ഇലവെങ്കിലും ഈ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള തിരുവാഭരണ പേടകം ഇവിടെ ഉണ്ട്. ഇവിടെ ദർശിക്കുന്നതിനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വലിയ ഭക്തജന തിരക്ക്, ശബരിമല തീർത്ഥാടകരുടെയും എല്ലാം വലിയ ഭക്തജന തിരക്ക് ഈ ഘോഷയാത്ര കാണുന്നതിനും ഘോഷയാത്ര വന്ദിക്കുന്നതിനും ഈ തിരുവാഭരണം കണ്ടു വന്ദിക്കുന്നതിനും തിരുവാഭരണ പേടകത്തിൽ ഒന്ന് തൊട്ട് ആ നിർവൃത്തി നേടുന്നതിനും തൊട്ട് വന്ദിച്ച് നിർവൃത്തി നേടുന്നതിനുമൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ ക്യൂ ആണ്, വലിയ വരിയാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രത്യേക മണ്ഡപത്തിൽ ഇലവെങ്കിലും സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക മണ്ഡപത്തിലാണ് ഇപ്പോൾ തിരുവാഭരണ പേടകം ഇറക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വലിയ തിരക്ക്, വരി നിന്ന് ഭക്തജനങ്ങൾ ഈ തിരുവാഭരണ പേടകത്തിനരികിലേക്ക് എത്തിയിട്ട് വന്ദിച്ച് ആത്മനിർവൃത്തി നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡപത്തിന് മുന്നിൽ വലിയ തിരക്ക് ശബരിമല തീർത്ഥാടകരുടെയും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തരുടെയും സമീപവാസികളായിട്ടുള്ള ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ 9 മണിയോട് കൂടിയാണ് നിലയ്ക്കലിലേക്ക് ഘോഷയാത്ര എത്തുന്നത്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഘോഷയാത്ര അവിടെ 1 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. തിരുവാഭരണ പേടകത്തിൽ നിന്നും തിരുവാഭരണം പുറത്തെടുത്ത് ഘോഷയാത്ര വന്ദിക്കുന്നതിനും ഒപ്പം തന്നെ തിരുവാഭരണം ദർശിക്കുന്നതിനുമുള്ള സൗകര്യം അവിടെ ഉണ്ട്. പിന്നീട് കാനനപാതയിലേക്ക് കടക്കുകയാണ്. കാനനപാതയിലൂടെ കടന്ന് വൈകിട്ടോടുകൂടി ശരംകുത്തിയിലേക്ക് എത്തുന്നു. വലിയാനവട്ടവും മറ്റും സഞ്ചരിച്ച് പ്രയാണം തുടർന്ന് ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തുന്നു. ഈ പ്ലാപ്പള്ളി, തലപ്പാറ, മലങ്കോട്ട വഴി സഞ്ചരിച്ച് ഇപ്പോൾ ഇലവുങ്കലിലേക്ക് ഘോഷയാത്ര എത്തിയിരിക്കുന്നു. ഇനി അട്ടത്തോട് നിലയ്ക്കലിലേക്ക് സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം നിലയ്ക്കൽ 1 മണിക്കൂറോളം ഉണ്ടാകും. 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് നിലയ്ക്കലിൽ ഘോഷയാത്ര ഉണ്ടാവുക. അവിടെ നിന്നും പിന്നീട് അട്ടത്തോട് വഴി ഘോഷയാത്ര സഞ്ചരിച്ച് കാനനപാതയിലേക്ക് തിരിയുന്നു. അട്ടത്തോട് സ്വീകരണങ്ങളുണ്ട്. അതിനുശേഷം കൊല്ലമൊഴി, ഏട്ടപ്പട്ടി, ഒളിയമ്പുഴ, വലിയാനാവട്ടം, ചെറിയനാവട്ടം, നീലിമല, ശബരിപീഠം, ശരംകുത്തി വഴി സന്നിധാനത്തേക്ക് വൈകിട്ടോടുകൂടി ഘോഷയാത്ര എത്തും. വലിയ സ്വീകരണം, പന്തളം മുതൽ 83 കിലോമീറ്ററോളം വരുന്ന തിരുവാഭരണ പാതകളിലെങ്ങും വലിയ സ്വീകരണമായിരുന്നു. തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഒട്ടനവധി ഭക്തജനങ്ങളായിരുന്നു ഒപ്പം ചേർന്നത്. അത് ശബരിമല തീർത്ഥാടകരുണ്ട്. പന്തളം മുതൽ തന്നെ ഘോഷയാത്രയോടൊപ്പം ചേരുന്ന, പമ്പ സന്നിധാനം വരെ ഘോഷയാത്രയോടൊപ്പം ചേരുന്ന ശബരിമല തീർത്ഥാടകർ ഉണ്ട്. വർഷങ്ങളായിട്ട് ഘോഷയാത്രയോട് അനുഗമിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. 10 വർഷം മുതൽ 50 വർഷം വരെയൊക്കെ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ആത്മനിർവൃത്തി തേടുന്ന, ഭഗവാന്റെ പുണ്യ നിർവൃത്തി നേടുന്ന ഭക്തജനങ്ങൾ ധാരാളമുണ്ട്. ഒപ്പം ഓരോ കേന്ദ്രങ്ങളിലും, ഓരോ സ്വീകരണം ഒരുക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലും ഈ ഘോഷയാത്ര എത്തുമ്പോൾ ഒരു കേന്ദ്രത്തിൽ നിന്നും അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന അടുത്ത സ്ഥലങ്ങളിലേക്ക്, അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വരെയൊക്കെ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഒട്ടനവധി അയ്യപ്പ ഭക്തരുണ്ട്. ഓരോ ഭവനങ്ങളിലും, ഓരോ ഘോഷയാത്ര കടന്നു പോകുന്ന തിരുവാഭരണ പാതകളിലെ ഓരോ ഭവനങ്ങൾക്ക് മുന്നിലും വലിയ സ്വീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ആളുകൾക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് കുടിവെള്ളവും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഓരോ ഭവനവും കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഘോഷയാത്രയെ വരവേറ്റു. വിവിധ ഹൈന്ദവ സംഘടനകൾ, വിവിധ ക്ഷേത്രങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം ഒരുക്കിയിരിക്കുന്ന വലിയ സ്വീകരണങ്ങൾ, കർപ്പൂരാഴിയും നിറപറയും നിലവിളക്കുമൊക്കെ ഒരുക്കി മണിക്കൂറുകളോളം കാത്തു നിന്നുകൊണ്ടാണ് ഹൈന്ദവ ഭവനങ്ങളും ഹൈന്ദവ വിവിധ സംഘടനകളും ക്ഷേത്രങ്ങളും എല്ലാം ഈ ഘോഷയാത്രയെ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് പ്രയാണം തുടരുന്ന സമയങ്ങളിലെല്ലാം വിവിധ വഴിത്താരുകളിലെല്ലാം സ്വീകരിച്ച് ആനയിച്ച് ഘോഷയാത്ര പ്രയാണത്തെ സ്വീകരിച്ചത്, എതിരേറ്റത്. ഇനി കാനനപാതയിലേക്ക് കടക്കുന്നു. ഇന്ന് 10 മണിക്ക് ശേഷം കാനനപാതയിൽ അട്ടത്തോട് വഴി കാനനപാതയിലേക്ക് സഞ്ചരിച്ച് കടക്കുന്ന ഘോഷയാത്ര വലിയനാവട്ടം, ചെറിയനാവട്ടം വഴി ശരംകുത്തിയിലേക്ക് വൈകിട്ടോടുകൂടി എത്തും. പിന്നെ ആ പുണ്യ നിമിഷങ്ങളുടെ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി, തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, കൺകുളിർക്കെ കണ്ട് സായുജ്യം നേടുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ്. ഓരോ വർഷവും ഓരോ മകരവിളക്ക് കാലഘട്ടം കഴിയുമ്പോഴും അടുത്ത മകരവിളക്കിന് വേണ്ടി, അടുത്ത തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയൊക്കെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഭക്തജനങ്ങളുടെ ആറ്റുനോറ്റുള്ള ഒരു ആണ്ടുകാലത്തെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്, അതിൻ്റെ പരിസമാപ്തിയുടെ നിമിഷങ്ങളാണ് ഇനി ഉള്ളത്. തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന വീഥികളെ സംബന്ധിച്ചിടത്തോളം, തിരുവാഭരണ പാതകളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചും ഓരോ വർഷത്തെയും കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയാണ് ഈ ദിവസങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം നടത്തുന്ന ഈ 3 ദിവസങ്ങൾ ഓരോ വർഷവും ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോയി കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് അവരുടെ കാത്തിരിപ്പിൻ്റെ നാളുകളാണ്, കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് പലപ്പോഴും. ഇനി ഈ തിരുവാഭരണ ഘോഷയാത്ര വരവേൽക്കുക, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക, അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്രയെ ഒന്ന് കണ്ട് വന്ദിക്കുക,
നൽകുക തുടങ്ങിയതെല്ലാം ഓരോ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ ആത്മപൂർത്തീകരണത്തിൻ്റെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ പ്രാർത്ഥനയുടെ പാരിമ്യത്തിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തിയുടെ പാരിമ്യത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പാതയിലെ ജനങ്ങളുടെ എല്ലാം ആ ഭക്തജനങ്ങളുടെ എല്ലാം ആത്മസംതൃപ്തിയുടെ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ തിരുവാഭരണ പാതകളിലെല്ലാം കണ്ടത്. അത്രയും സംതൃപ്തിയോടെ ഭക്തി പാരിമ്യത്തിലേക്ക് എത്തുന്ന ഒരു പാരിമ്യത്തിൻ്റെ അവസ്ഥയിലൂടെയായിരുന്നു ഈ തിരുവാഭരണ ഘോഷയാത്രയെ മുഴുവൻ ഭക്തജനങ്ങളും സ്വീകരിച്ച് ആനയിച്ചതും എല്ലാം. ഇനി ഘോഷയാത്ര ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ അല്പസമയം ഇവിടെ വിശ്രമമുണ്ട്. തിരുവാഭരണ പേടകർ 26 അംഗ പേടകം ഇവർക്ക് നേതൃത്വം നൽകുന്ന രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജ വർമ്മ അവരുടെ രാജരാജവർമ്മയുടെ നേതൃത്വത്തിലുള്ള 26 അംഗ പേടക വാഹക സംഘം അവർ കാനനപാത വഴിയും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയും എല്ലാം 3 ദിവസം ദഗ്നപാതരായിട്ട് വ്രതശുദ്ധിയോടുകൂടി വലിയ കഠിന വ്രതത്തോടുകൂടി നോമ്പ് നോറ്റ് ഈ ഒരു ലക്ഷ്യം പരമായ ലക്ഷ്യം അയ്യപ്പസ്വാമിയെ ഭജിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മനസ്സിലും ശരീരത്തിലും അയ്യപ്പസ്വാമിയെ ഭജിച്ചുകൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത 26 അംഗ സംഘം അവർക്ക് നേതൃത്വം നൽകുന്ന രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയുടെയും എല്ലാം നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ തിരുവാഭരണ ഘോഷയാത്രയുടെ പ്രയാണം ഇനി ഉള്ള മണിക്കൂറുകളിൽ അല്പസമയത്തിനു ശേഷം ഇലവെങ്കിലും തിരുവാഭരണ പേടകത്തിൽ നിന്നും തിരുവാഭരണ പേടകം ഇറക്കി വെച്ചുള്ള ആ വിശ്രമത്തിന് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് വീണ്ടും തുടർ പ്രയാണം ആരംഭിക്കുന്നു. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. നിലയ്ക്കലിലെത്തുന്ന ശബരിമല തീർത്ഥാടകർ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ തിരുവാഭരണ ദർശനത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുണ്ട്. മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുണ്ട്. ഇന്നലെയുമൊക്കെ നിലയ്ക്കൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ അവരെല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ തന്നെ വലിയൊരു ഭാഗമാണ് ഈ തിരുവാഭരണ ദർശനം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തജനങ്ങളെല്ലാം ശബരിമല തീർത്ഥാടകരെല്ലാം കൂടുതൽ സമയം അവിടെ കാത്തു നിൽക്കുന്ന ഉണ്ടാകും. ആ വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടാനുള്ള നിലയ്ക്കൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. 9 മണിയോടുകൂടിയാണ് നിലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തുക. എന്തായാലും ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്രയുടെ തുടർ പ്രയാണം ഇവിടെ നിന്നും ആരംഭിക്കും. ഇലവെങ്കിലും ഇപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ഘോഷയാത്ര ഇറക്കി വെച്ചിരിക്കുന്ന തിരുവാഭരണ പേടകം ഇറക്കി വെച്ചിരിക്കുന്ന ഈ മണ്ഡപത്തിന് മുന്നിൽ വലിയ തിരക്ക് മണിക്കൂറുകളോളം വരി നിന്ന് ഘോഷയാത്ര ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് വലിയ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നിഖിൽ. ശരി മിഥുന, എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകുന്നേരത്തോടെ സന്നിധാനത്തേക്കും രാവിലെ 3-ന് ലാഹിൽ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് രാജാമ്പാറ വഴി പ്ലാപ്പള്ളിയിൽ എത്തി ഇപ്പോൾ ഇലവങ്കലാണ് നിലവിലുള്ളത്. ഇവിടുന്ന് 7 മണിയോടുകൂടി പുറപ്പെടും. 8 മണിക്ക് നാറാണംതോട്ടം എത്തും. 9 മണിക്ക് നിലയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അവിടുന്ന് 10:30 പുറപ്പെട്ട് അട്ടത്തോട് കൊല്ലംമൂഴി വഴി ഉലിയമ്പുറ കുറങ്കയം വഴി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വലിയാനവട്ടത്തെത്തും. അവിടുന്ന് 2:30 പുറപ്പെട്ട് ചെറിയാനവട്ടം വഴി നീലിമല കയറി 4:30 ശബരി പീഠത്തിലെത്തും. അവിടെ നിന്ന് 5:30 ശരംകുത്തിയിലെത്തും. 6 മണിയോടുകൂടി സന്നിധാനത്തേക്ക് 6 മണി 6:30 സന്നിധാനത്തേക്ക് എത്തും എന്നാണ് നിലവിലത്തെ ഒരു കണക്കുകൂട്ടൽ. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര അത് നിലവിൽ ഇലവുങ്കലാണ്. അവിടെ ഭക്തർക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് നിലവിലുള്ളത്. അവിടുന്ന് 7 മണിയോടുകൂടി പുറപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തത്സമയ വിവരങ്ങൾ അതിനോടൊപ്പം നൽകിയത് മിഥുൻ മുരളിയാണ്.